ഹലോ. ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ട് യൂട്യൂബിൽ ചാനലിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമല്ലോ എന്ന്. പക്ഷേ ഞാൻ തന്നെ ഒരു ഓട്ടത്തിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും പറയാനോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് സത്യം. എനിക്കറിയാമെന്നുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അതിങ്ങനെ മാറി 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 പൊയ്ക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത് എന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യാത്ത ആരുമില്ല, അല്ലേ? പ്രോബ്ലംസ് എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ഒരു കുഞ്ഞു പ്രോബ്ലമെങ്കിലും ഫേസ് ചെയ്യാത്ത ആരുമില്ല. അപ്പോൾ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് പ്രഷറായിരിക്കും നമ്മളിലുള്ളത്. എന്ത് പറയാനാ, ഇപ്പം ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട്, എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവ ബഹുലമായ ജീവിതമൊന്നും അല്ല എൻ്റെത്. പക്ഷെ എന്നാലും എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഒരുപാട് ഘട്ടങ്ങളിൽ പോസായി നിന്നിട്ടുണ്ട്. സ്റ്റിൽനെസ് എന്ന് പറഞ്ഞാൽ പക്ക സ്റ്റിൽനെസ്. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു ധാരണയില്ലാതെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിന്ന കുറേ നാളുകളുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും എന്നോട് പറഞ്ഞത്, പ്രോബ്ലംസ് ഉണ്ടാവും, അത് നമ്മളത് തരണം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരുപാട് പേരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞു, പിന്നെ നിൻ്റെ പ്രോബ്ലം, നമുക്കിതിനേയും കാട്ടിലും വലിയ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോഴാണ് നമ്മൾ ഈ കുഞ്ഞു പ്രോബ്ലം വെച്ചിട്ട് ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കളിയാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയൂ. കാര്യം എല്ലാവർക്കും ഓരോരുത്തർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അവരവരുടെ പ്രോബ്ലം അവർക്ക് വലുത് തന്നെയാണ്. അത് എത്ര കുഞ്ഞു പ്രോബ്ലം ആയാൽ പോലും ആ ഒരു സമയത്ത് അവർക്കത് ഫേസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുമ്പോൾ അവർക്ക് സപ്പോർട്ടാണ് ആവശ്യം. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഫേസിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്കൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സമയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സപ്പോർട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്ത് തരം സപ്പോർട്ടാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് ഞാൻ തുറന്നു പറയാം. കാര്യം നമുക്ക് സപ്പോർട്ടെന്ന് പറയുമ്പോൾ, നീ പ്രോബ്ലംസ് ഉണ്ടാവും, അതൊക്കെ പോട്ടെ, പ്രോബ്ലംസ് ഒക്കെ വിട്ടുകള, അതെല്ലാം പോട്ടെ, അതൊക്കെ മറന്നു കള എന്ന് പറയുന്ന സപ്പോർട്ടല്ല വേണ്ടത്. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ കുറേ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ എല്ലാവരും അത് മറന്നു കളയണം, പ്രോബ്ലംസ് വരും, പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, അത് നിസ്സാരവൽക്കരിച്ച് തന്നിട്ടേ ഉള്ളൂ എനിക്ക്. അതൊക്കെ എല്ലാവർക്കും ഇതിനപ്പുറം സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിൻ്റെ പ്രോബ്ലം ഒന്നല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ആരും എന്നോട് അതെങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതെങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആവേണ്ടതെന്ന് ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അത് കുറേ പേർക്ക് അത് അറിഞ്ഞുകൂടാതെ തന്നെ ഇങ്ങനെ നിന്നിട്ടാണ് കുറേ പേർക്ക് സ്ട്രെസ്സ്, പ്രഷർ, പിന്നെ എന്താണ് ആൻസൈറ്റി, കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുന്നത്, ഡിപ്രസ്ഡ് ആയി പോകുന്നതൊക്കെ അത് എങ്ങനെ നേരിടണം എന്നറിഞ്ഞുകൂടാതെയാണ്. ചിലവർ, അതായത് എന്നെ പോലെ കുറേ കിറുക്ക് ആളുകളുണ്ട്, അതെന്താണെന്ന് അറ്റ്ലീസ്റ്റ് വേറൊരു സോഴ്സ് വഴിയെങ്കിലും അതെങ്ങനെയാണ് ഞാനത് മാറിയെടുക്കേണ്ടത്, എനിക്കെന്തോ പ്രശ്നമുണ്ട്, അപ്പം ഞാനതെങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിലൊരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാനത്, എനിക്ക് പ്രോബ്ലം ഞാൻ എങ്ങനെ അതിൽ നിന്ന് റിക്കവറായിട്ട് വരാം എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3-3.5 കൊല്ലത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ പഠിച്ച് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കതിൽ നിന്ന് ഒരുപാട് റിലീഫ് ഫീൽ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് എന്നുള്ള ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട് എനിക്ക്. അത്യാവശ്യം എനിക്ക് കുറേ കാര്യങ്ങളിലും ഹസ്ബൻഡും എല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എല്ലാവർക്കും നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടേണ്ട ഒരു കട്ട് ഓഫ് പോയിൻ്റ് ഉണ്ട്. അതുവരെ അവർക്ക് നമ്മളെ പ്രശ്നത്തിനെ നേരിടാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും.
അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ആയിരിക്കണം അത് സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടതല്ല, നമ്മൾ തന്നെ ആയിരിക്കണം അത് നേരിടേണ്ടത്. ഇപ്പോൾ ഒരു ലേബർ റൂമിൽ കയറുന്ന കാര്യം ആലോചിച്ചാൽ മതി. പെണ്ണുങ്ങൾ, അതായത് നമ്മൾ ലേഡീസ്, നമ്മൾ ആലോചിച്ചാൽ മതി. ലേബർ റൂമിൽ കയറുന്ന വരെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ടാസ്ക് എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ അത് നേരിടേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഞാൻ മാക്സിമം തളരാതെ എങ്ങനെ ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാമെന്ന് നമ്മൾ തന്നെയാണ് ഒരു സോൺ വരെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയതിൽ എനിക്ക് ഉപകാരപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ചെങ്കിലും മുന്നോട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആ ഒരു ലേണിംഗ് നിങ്ങളുമായിട്ടൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനത് പറയാം. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വിഷമമുണ്ട് എന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളല്ലാതെ വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് ഇന്ന തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ ഒരിക്കലും താഴ്ന്നു പോവോ, അല്ലെങ്കിൽ നമ്മൾ വീക്കായി പോവോ, അല്ലെങ്കിൽ അയ്യോ ആളുകൾ എന്ത് വിചാരിക്കും നമ്മളെക്കുറിച്ച്, അവൾക്ക് എന്നും പ്രോബ്ലം ആണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് വിചാരിക്കും, എൻ്റെ ഹസ്ബൻഡ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, അവർക്ക് ഇനി ബുദ്ധിമുട്ടാവോ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ പ്രോബ്ലം നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റൊരാൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്യണ്ടോ. കറൻ്റ്ലി എന്ത് ചെറുതായിക്കോട്ടെ, എനിക്കിപ്പം ജോലിയിൽ ഞാൻ കറൻ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ എനിക്ക് ജോലി മാറേണ്ട ആവശ്യമുണ്ടോ, എന്തുകൊണ്ടാണ് ഞാൻ മാറേണ്ട ആവശ്യം? അപ്പോൾ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ചില കുട്ടികളുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും മോഹമുണ്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. എന്നിട്ട് പ്രോബ്ലം എനിക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എൻ്റെ ഫാമിലിയിൽ ഇന്ന ആളുകളുമായിട്ട് എനിക്ക് ഇച്ചിരി പ്രയാസമുണ്ട്, അവരുടെ ഒരു സംസാരം എന്നോട്, അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ അയ്യോ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് തെറ്റല്ലേ, എനിക്കങ്ങനെ പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മോശക്കാരിയായി പോവോ, അല്ലെങ്കിൽ ഞാൻ വീക്കായി പോവോ, എല്ലാവരും എന്നെ കളിയാക്കുമോ. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ തോട്ട്സ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ സെൽഫിഷ് ആവുകയാണോ, അങ്ങനെയൊക്കെ കുറേ പേര് ചിന്തിക്കുന്നത് എനിക്കറിയാം. ഞാനും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. സെൽഫിഷ്, അയ്യോ ഞാൻ അങ്ങനെ ചിന്തിക്കും, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ സെൽഫിഷാണോ, അതെൻ്റെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നു കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു അഡീഷണൽ പഠിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഒന്നിൽ പോയാൽ ഞാനൊരു നല്ല അമ്മയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിന് നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഒളിച്ചോടി പോകും മിക്ക സമയങ്ങളിലും. കൂടുതൽ സ്ത്രീകളാണത് ചെയ്യാറ്, പുരുഷന്മാരങ്ങനെയൊന്നും ചെയ്യാറില്ല. അവർ പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്കിതാണ് പ്രോബ്ലം, എനിക്ക് പറ്റത്തില്ല, അവർ നോ പറയാൻ വളരെ മിടുക്കരാണ്. അപ്പം സ്ത്രീകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ പല പല കാര്യങ്ങളിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇച്ചിരി പ്രയാസമാണ് പ്രോബ്ലം അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താടാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോബ്ലം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കിന്നൊരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ തുറന്ന് പറയുക. ആരോടാണോ പറയേണ്ടത് അത് ഞാൻ തുറന്ന് പറയുക, അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ തുറന്ന് പറയുക. എനിക്ക് ഇന്ന തരത്തിൽ എനിക്ക് ഇന്ന തരത്തിലൊരു പ്രോബ്ലം എനിക്ക് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഘടകമാണ്. ഒന്നെങ്കിൽ അത് എഴുതുക, ജേണൽ ചെയ്യുക. നമുക്കൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. രാത്രി ഓർ മേ ബി അടുത്ത ദിവസം രാവിലെ. രാത്രി ആയാൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ അന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നം ഈ കറൻ്റ്ലി എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, എഴുതുക.
എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യുന്നതിന് തുല്യമാണ്, ഫ്ലഷ് ഔട്ട് ചെയ്യും പോലെയാണ്. നമ്മൾ മനസ്സിലുള്ള ആ ആവലാതികളെല്ലാം എഴുതുമ്പോൾ അത് ശരിക്കും മാഞ്ഞു പോവുക, മൊത്തം ക്ലിയറായി പോവുകയാണ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എഴുതണം. എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുറച്ച് പോയിൻറ്റ്സ് നമുക്കുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. കുറച്ച് പോയിൻറ്റ്സ് തന്നെയായിരിക്കും നമ്മൾ എഴുതുക, വെറുതെ എഴുതരുത്. ആദ്യം എന്താണ് പ്രോബ്ലം, എന്തുകൊണ്ടാണ് അത് നമുക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് നമുക്കത് സംഭവിച്ചത്, അത് കഴിഞ്ഞിട്ട് എപ്പോൾ തൊട്ടാണ് എനിക്ക് എൻ്റെ ഈ ഒരു പ്രോബ്ലം എന്നെ അലട്ടാൻ തുടങ്ങിയത്, എപ്പോൾ തൊട്ടാണ്, ഇനി ആരെങ്കിലും അതിന് കാരണക്കാരായിട്ടുണ്ടോ എന്നുള്ളത്, ആര് കാരണമാണ് നമുക്കിത് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാൻ കാരണം ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെ ഇത് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വളരെ സൈലൻ്റായിട്ട്, ഒരു ബഹളത്തിൻ്റെ ഇടയിൽ ഇരുന്ന് എഴുതരുത്. വളരെ മൈൻഡ് സൈലൻ്റ്, അതാണ് ഞാൻ രാത്രി എഴുതാൻ പറഞ്ഞത്, സൈലൻ്റായിട്ട് എഴുതണം. സൈലൻ്റായിട്ട് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. എന്താണ് എൻ്റെ പ്രശ്നം എന്ന് നമ്മൾ പറഞ്ഞെഴുതുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊരു ആൾ പറഞ്ഞു തരും നമുക്ക്. അതാരാ? നമ്മുടെ മനസ്സ്, നമ്മുടെ സോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് നമുക്ക് പറഞ്ഞു തരും. ഉള്ളിലൊരാളുണ്ടടാ, എല്ലാത്തിനും ഉത്തരം തരുന്ന ഒരാൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളത് കാണുന്നില്ല, നമ്മൾ ഈ ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ ആരാണിത് കാണുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിൽ പറയുക, എന്താണ് എൻ്റെ പ്രശ്നം. നമ്മുടെ ഉള്ളിൽ നിന്ന്, ഞാനിപ്പോൾ രാധികയുടെ ഉള്ളിലത്തെ ഒരു സോളുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സോളുണ്ട്, ആ സോൾ അതിന് ഉത്തരം തരും. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എഴുതുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ സോള് നമുക്ക് ഉത്തരം തന്നിരിക്കും. വേണമെങ്കിൽ ബെറ്റ് വെച്ചോ, ഉറപ്പായിട്ടും തരുമെടാ. അപ്പം ഉറപ്പായിട്ട് നമുക്ക് അതിന് ഉത്തരം ആര് തരും? നമ്മുടെ സോള് തന്നെ തരും. വേറെ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണമെന്നില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ഉത്തരം നമ്മുടെ സോൾ തരും. അത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് എന്നുള്ളത്. നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ സൈലൻ്റായിട്ട് സമാധാനത്തോടുകൂടി കേൾക്കണം. ആ ഉത്തരം നോട്ട് ചെയ്യണം. വെറും 15 മിനിറ്റ്, ഞാൻ ഈ പറയുമ്പോൾ കൂടി പോകുന്നതെന്നല്ലാതെ വെറും 15 മിനിറ്റേ നമുക്കിതിന് വേണ്ടുള്ളൂ. ജസ്റ്റ് അത് എഴുതണം. എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. വായിച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഏകദേശം ഒരു 99% നമ്മൾ ക്ലിയർ ആയി കാണും. നമ്മൾ അന്നേരം വരെ നമ്മൾ ആലോചിക്കത്തില്ല, ഇത്രയും ചെറിയൊരു പ്രശ്നമായിരുന്നോ ഇത്രയും നാൾ എന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരുന്നത് എന്ന് വിചാരിക്കും നമ്മൾ. അത്രയ്ക്ക് കുഞ്ഞൊരു മൈന്യൂട്ട് സാധനമായിരിക്കും ഈ കിടന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മളത് തിരിച്ചറിയും, ഇത്രേ ഉള്ളോ, ഇതിനാണോ ഞാൻ ഈ കിടന്ന് കൈയും കാലോട്ട് അടിച്ചതെന്ന് തോന്നിപ്പോവും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്ക് നിസ്സാരമായിരിക്കും നമ്മുടെ പ്രശ്നം അന്നേരം. അപ്പോൾ മൈൻഡ് തന്നെ നമുക്കൊരു റെമഡി തരും, അതിനൊരു സൊല്യൂഷൻ തരും. എനിക്ക് ഇത്ര നാൾ പാട്ട് പാടാതിരുന്നപ്പോഴാണോ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് പോയത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കാതിരുന്നത് കൊണ്ടാണോ എനിക്ക് ഈ ബുദ്ധിമുട്ട് വന്നത്, അല്ലെങ്കിൽ എൻ്റെ ജോലിയായിരുന്നു ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കിയത്, അപ്പം എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അല്ലേ? അപ്പം നമ്മൾ റിയലൈസ് ചെയ്യണം അവിടെ. മനസ്സിലായില്ലേ? നമ്മൾ റിയലൈസ് ചെയ്യുവാണ് ആ എഴുതുന്ന സമയത്ത്. റിയലൈസേഷനാണ് അടുത്ത് വരുന്നത്. എന്നിട്ട് ആ റിയലൈസേഷനിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തും. ഓക്കെ, ഒരു സൊല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പാട്ട് പാടാത്തുണ്ടോ? ഓക്കെ, അപ്പം നാളെ തൊട്ട് ഞാൻ കുറച്ച് നേരം പാട്ട് പാടാം. സോൾവ് അല്ലേ? കഴിഞ്ഞു, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായി. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് പരിഹാരം കിട്ടി. ക്ലിയർ ആയതുകൊണ്ടാണ്, നമ്മുടെ മൈൻഡ് എത്രത്തോളം നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരുന്നു അത്രയും ഈസി ആയിരിക്കും നമുക്ക് ബാക്കിയുള്ളത്, അതിൻ്റെ സൊല്യൂഷൻസും. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക, എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് മൈൻഡ് തരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നിരിക്കും. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറില്ല,
നല്ല ഉത്തരം കിട്ടും. നമ്മൾ ചോദിച്ചാലല്ലേ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കേണ്ടത്, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് മറ്റേ AI പോലെയാണ് മനസ്സ്, കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്ന് തരും. വേറെ ആര് പറയുന്നത് നമ്മൾ കേൾക്കണമെന്നില്ല. ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ബാക്കി ആരുടെയൊക്കെ ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾക്ക് തേടാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ആ സൊല്യൂഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കും വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാം. ഇപ്പോൾ 2-3 പ്രോബ്ലംസ്, എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്, 2-3 പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിന് പിന്നെ നമുക്ക് വേണമെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാം. കരിയർ, ജോബിൽ ഇതാണ് പ്രശ്നം, വീട്ടിൽ ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഇതാണ് പ്രശ്നം. ഇങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മുടെ പ്രോബ്ലംസ് എഴുതി വെക്കാവുന്നതാണ്. അതിൽ കൃത്യമായിട്ട് ഉത്തരം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായോ? ഇത്രയ്ക്കും സിമ്പിളാണ് മൈൻഡിനെ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നേരിടാൻ. അപ്പോൾ എങ്ങനെയാണ് പ്രശ്നത്തെ നേരിടേണ്ടത്? അല്ലെങ്കിൽ എല്ലാവരും പറയും പ്രശ്നത്തെ നേരിടുമെന്ന് പറയില്ലേ. ഇപ്പോൾ കിട്ടിയില്ലേ, എങ്ങനെയാണ് പ്രശ്നത്തെ നേരിടേണ്ടതെന്നുള്ള ഒരു ഉത്തരം കിട്ടിയല്ലോ. ഞാൻ എൻ്റെ ഒരു ഇത്രയും നാളത്തെ ഒരു ജേർണിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. കുറേ പേർക്കത് ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയാണ്. കാരണം ഞാൻ ഇത്രയും നാളെടുത്തു അത് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ. അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ ആദ്യം പ്രോബ്ലത്തെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എങ്ങനെയാണ് എന്താണ് പ്രോബ്ലത്തിനെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ പ്രോബ്ലം, സോ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതാണ് എൻ്റെ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് അതിനെ റൈറ്റ് ഡൗൺ ചെയ്യുക, എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു 5 ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് എഴുതി ഫോളോ ചെയ്യണം. അതിൻ്റെ ഉത്തരവും മനസ്സ് തരുന്ന എന്താണെന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ആ ബുക്ക് എന്നും കീപ്പ് ചെയ്യുക, എല്ലാ ദിവസവും അല്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിലെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്തെങ്കിലും ഇത് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ എന്താണ്? പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക. നമ്മൾ പ്രോബ്ലം എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്നു ഇന്നതേ ഉള്ളൂ നമുക്ക് പ്രോബ്ലംസ് എന്ന്, അല്ലേ? അത് കഴിഞ്ഞ് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം, അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യാം. വളരെ ഈസിയുള്ള കുറച്ച് സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ സ്റ്റെപ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ പറ്റുമെങ്കിൽ മാക്സിമം ഇതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. അപ്പോൾ പ്രോബ്ലം ഇല്ലാത്തൊരു ലൈഫ് നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല. പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും, ഒരാൾക്ക് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. പക്ഷേ പ്രോബ്ലത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നും എങ്ങനെ മുന്നോട്ട് വരാം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിന് ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നോക്കുക. താങ്ക് യു.